എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടല്ലോ ഈ വീട്ടിൽ എന്താഘോഷം വന്നാലും ഓണം, വിഷു, ആരെങ്കിലുടെയൊക്കെ പിറന്നാൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കും. നല്ല പച്ചക്കറി സദ്യ. ആ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ വാഴലിൽ തന്നെ നല്ല അടപ്രഥമൻ. അതാണെങ്കിലോ ഉരുളിയിൽ ഇങ്ങനെ വരട്ടി 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 ഉണ്ടാക്കുന്ന അടപ്രഥമൻ. മണിക്കൂറുകളുടെ എഫേർട്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ പിന്നിൽ. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം, പറയുകയാണെങ്കിൽ ഒരു 3-4 കൊല്ലത്തിന് ശേഷം അത് കഴിക്കാനുള്ള എന്താ പറയുക, അതിഭയങ്കരമായ കൊതി എന്ന് പറയില്ലേ, അത് കാരണം ഞാൻ അതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. നാളികേരമൊക്കെ ചിരകി നമ്മൾ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ശർക്കര നല്ലപോലെ ഉരുക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നല്ല പോലെ വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഈ അട ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം അനങ്ങാതെ വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ അനങ്ങാതെ വെച്ച് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിങ്ങനെ വീർത്ത് വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3-ാം പാൽ ഒഴിച്ചിട്ട് അതിങ്ങനെ ഉരുളിയിലിട്ട് തന്നെ വേവിക്കാം. നമ്മുടെ കയ്യിൽ ആ ഒരു ടൈം മാത്രം സേവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് കുക്കറിലിട്ടിട്ട് ചെറുതായി ഒന്നൊരു വിസിൽ കൊടുത്തു. ആ ടൈം കൊണ്ട് നമ്മുടെ ഉരുളി അടിയിൽ നിന്ന് തപ്പി പിടിച്ചെടുത്ത് അതിനെ തേച്ചരച്ച് കഴുകുന്നൊരു പണിയും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അടുപ്പിന് തീ കൊളുത്തി നമ്മുടെ പരിപാടി തുടങ്ങാം. എനിക്കിത് ഓരോന്ന് ചെയ്യുമ്പോഴും ഉണ്ടല്ലോ, പണിയെടുക്കുകയാണെന്നുള്ളൊരു ഫീലിനേക്കാൾ കൂടുതൽ ഇത് കഴിക്കാൻ പോകുമ്പോൾ കിട്ടാൻ പോകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നിരുന്നത് കേട്ടോ. അങ്ങനെ കുക്കർ നമ്മുടെ പണി എളുപ്പമാക്കിയ കാരണം അട പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടോ. ഇനി അതിലേക്ക് നന്നായി ഉരുക്കിയിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ചൊഴിക്കും കേട്ടോ. ഈ അരിച്ചൊഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ വല്ല മണ്ണും തരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ പായസത്തിന് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ നല്ലൊരു മണം വരികയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉരുണ്ടുരുണ്ട് വരണം എന്നാണ് അമ്മ പറയുക. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായി അടിയിൽ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്ന ആ ഒരു രൂപത്തുമല്ലോ, ആ രൂപത്തുമ്പോൾ തൊട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ തീ അധികം കൂട്ടാതെ ഒരു മീഡിയം പോലത്തെ ഒരു തീ പോലെ വിറകൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിക്ക് ഇളക്കി വരട്ടി കൊടുക്കണം. ഈ രൂപത്തിലെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കട്ട പായസം ഉണ്ടല്ലോ, ഏകദേശം ഇതന്നെ അത്. ഇനി ഇതിലേക്ക് നമ്മൾ 2-ാം പാലും കൂടെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കും. ഈ 2-ാം പാൽ ഇത്തിരീശ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം അത് നല്ല ഉരുണ്ടുരുണ്ട് വന്നിരിക്കുന്ന കാരണം അത് കട്ട പിടിക്കാതെ എല്ലാവരും ഈക്വലായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഫൈനൽ സ്റ്റേജിൽ നമുക്കിനി 1-ാം പാലോടെ ഒഴിക്കാം. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ വാങ്ങി വയ്ക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടെ ഈ 1-ാം പാലിലിട്ട് അടിച്ച് അതും കൂടെ ആഡ് ചെയ്യും, ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഉരുളിയുടെ സൈഡിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കറുത്ത കളറിലൊക്കെ കാണില്ല, അത് ശരിക്കും അതിൻ്റെ കളറാണ് കേട്ടോ. ഞാൻ എത്ര തേച്ച് കഴുകിയിട്ടും അതൊന്നും പോകുന്നുണ്ടായില്ല ഗൈസ്. അത് അഴുക്കല്ല കേട്ടോ. എന്നെക്കാളും പ്രായം ഉണ്ടാവും ഈ ഉരുളിക്ക്. കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. ഇനി എല്ലാം കഴിഞ്ഞ് പായസമൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് നെയ്യിൽ താളിച്ചിട്ടു. അത് കുറച്ച് അധികം ഇടും ഇഷ്ടം അനുസരിച്ചിട്ട്, പക്ഷേ എനിക്കത് അത്ര വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാനത് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മൊത്തത്തിൽ അമ്മയുടെ ഒരു മേൽനോട്ടുണ്ടായിരുന്ന കാരണം എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടാലും അവസാനം അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഗൈസ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ സ്പൂൺ കൊണ്ടോ ഗ്ലാസ്സിലോ ഒന്നും കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഇങ്ങനെ കൈ കൊണ്ട് കുഴച്ച് തന്നെ കഴിക്കണം, അതും പപ്പടവും പഴമൊക്കെ കൂട്ടിയിട്ട്. അപ്പോഴാണ് അതിന് ശരിക്കുള്ളൊരു ഇത് വരുള്ളൂ. അപ്പോൾ എങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കല്ലേ.